പ്രശ്നോത്തരി മത്സരത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട്. ഓക്കെ. ദശരഥന്റെ പുത്രകാമേഷ്ടിക്ക് മുഖ്യ കാർമ്മികനായി വന്ന ഋഷി. എ വിശ്വാമിത്രൻ, ബി വിഭാണ്ഡകൻ, ശ്രീ ഋഷ്യശൃംഗൻ, ഡി ഗൗതമൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സി ഋഷ്യശൃംഗൻ. ശ്രീ ഋഷ്യശൃംഗൻ ഉറപ്പാണ്? ഓക്കെ ഫൈൻ. സോ നമ്മൾ ലോക്ക് ചെയ്യുന്നു ശ്രീ ഋഷ്യശൃംഗൻ. കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ടീം എ 2 മാർക്ക് നേടിയിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. ഇതൊരു ശാപമാണ്. ആരാണ് ശാപം നൽകിയത്? എ ഗൗതമൻ, ബി വസിഷ്ഠൻ, സി ശൗനകൻ, ഡി വാൽമീകി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ എ ഗൗതമൻ. ഓപ്ഷൻ എ ഗൗതമൻ ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ. ആരെ ശപിച്ചേ? ഇന്ദ്രന്. ഇന്ദ്രന് ഉറപ്പാണ്? ആ. ഓക്കെ. സോ നമ്മൾ ലോക്ക് ചെയ്യുന്നു എ ഗൗതമൻ. കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീ സരസ്വതി വിദ്യാലയത്തോട്. വിശ്വാമിത്രന്റെ പിതാവിന്റെ പേരെന്ത്? എ കുശനാഭൻ, ബി വസു, സി ഗാദി, ഡി കുശൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സി ഗാധി. സി ഗാദി ഗാധി. ഉറപ്പാണ്? നമുക്ക് പോവാം. ലോക്ക് ചെയ്യട്ടെ ഞാൻ. ശരി, സി ഗാദി. കുശൻ ആരാണ് ഇതിൽ പറയുന്നത്? അറിയോ? ഗാധിയുടെ പൂർവികൻ. ഗാദിയുടെ പൂർവികനാണ്. പൂർവികനാണ് കുശൻ. വീണ്ടും 2 പോയിന്റുകൾ നേടിയിരിക്കുന്നു. ഇപ്പൊ ടോട്ടൽ 4 പോയിന്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. അതിനാൽ നീ ഏറിയ കാലം ജീവനോടെ ഇരിക്കുകയെന്ന അവസ്ഥയെ പ്രാപിക്കുന്നതല്ല. വാൽമീകി ഇങ്ങനെ ശപിച്ചത് ആരെ? എ നാരദനെ, ബി നിഷാദനെ, സി ക്രൗഞ്ച പക്ഷിയെ, ഡി ഭരദ്വാജനെ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നിഷാദന്. ഞാൻ ലോക്ക് ചെയ്തു കേട്ടോ. ബി നിഷാദന്. എന്നാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പം 2 പേരും ഈക്വൽ ആണല്ലേ? 2 പേരും 4 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ശിവമുടിയിൽ നിന്ന് ബിന്ദു സരസിലേക്ക് ഒഴുകിയ ഗംഗ എത്ര കൈവഴികളായാണ് പിരിഞ്ഞത്? എ 9, ബി 7, സി 16, ഡി 5. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ബി 7. ബി 7 ഉറപ്പാണ്? ലോക്ക് ചെയ്യണോ? കോൺഫിഡൻസ് ആയിട്ടാ പറയണം അല്ലെ? ശരി, ബി 7. ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും 2 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. കാമദേവന്റെ അംഗനാശം വരുത്തി അനങ്കനാക്കിയതാര്? എ ശിവൻ, ബി ദുർവാസാവ്, സി അഗസ്ത്യൻ, ഡി പാർവതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ശിവൻ. ഓപ്ഷൻ എ ശിവൻ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ എ ശിവൻ. ആ സന്ദർഭം പറയാമോ? പറയൂ. പാർവതി ശിവനെ കിട്ടാൻ തപസ് ചെയ്യണ സമയത്ത് ശിവൻ അനക്കമൊന്നും ഉണ്ടായില്ല. അപ്പൊ ദേവകൾ കാമദേവനോട് ശിവന്റെ മനസ്സ് ചഞ്ചലമാക്കാൻ പറഞ്ഞു വിട്ടു. കാമദേവൻ കൈലാസത്തിൽ വസന്തം സൃഷ്ടിച്ച് ശിവന്റെ മനസ്സിൽ ലോല ചിന്തകൾ വന്നപ്പോൾ ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. അന്നു മുതൽ കാമദേവൻ ശരീരമില്ലാത്തവനാണ്. ഓക്കെ, ഉത്തരം ശരിയാണോ നോക്കാം. കറക്റ്റ് ഉത്തരമാണ്.